അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാന വിജയം, അതായത് ഫത്തുഹുൽ ഫുത്തൂഹ് എന്നറിയപ്പെടുന്ന നഹാവന്തി യുദ്ധം നടന്നതും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തായിരുന്നു. ഹിജ്റ 21 വർഷം ഖാദിസിയയിലും മദാനിലും പരാജയം രുചിച്ച പേർഷ്യക്കാർ മുസ്ലിങ്ങളോട് സുശക്തമായി തിരിച്ചടിക്കാൻ തന്നെ തീരുമാനിച്ചു. 1.5 ലക്ഷത്തോളം വരുന്ന സർവ്വസന്നാഹങ്ങളോട് കൂടിയ ഒരു സൈന്യം അവർ ശേഖരിച്ചു. വിവരമറിഞ്ഞ ഖലീഫ നുഅ്മാൻ ബിനു മുഖ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 30,000 വരുന്ന ഒരു സൈന്യത്തെ അയക്കുകയും നഹാവന്തിൽ അവരെ നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പേർഷ്യക്കാരിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് കാര്യമായ എതിർപ്പൊന്നും നേരിടേണ്ടി വന്നില്ല. അനന്തരം നുഅ്മാനും സൈന്യവും പേർഷ്യയിലെ അവശേഷിച്ച പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി അർമീനിയ വരെ അവരുടെ ജൈത്രയാത്ര തുടർന്നു. പേർഷ്യൻ സാമ്രാജ്യം പിച്ചി ചീന്തപ്പെട്ടു. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലിഖിതം പണ്ട് പേർഷ്യൻ ചക്രവർത്തി പിച്ചി ചീന്തിയതുപോലെ റോമ സാമ്രാജ്യത്തിനെതിരെ മുസ്ലിങ്ങൾ ആഞ്ഞടിക്കാൻ തുടങ്ങിയതും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്. ഡമാസ്കസ് പട്ടണം പിടിച്ചടക്കാൻ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പന പുറപ്പെടുവിച്ചു. പട്ടണം സുശക്തമായ മതിലുകളും വെള്ളം നിറഞ്ഞ കിടങ്ങുകളും കൊണ്ട് വലയം ചെയ്യപ്പെട്ടതാണ്. 70 ദിവസത്തോളം മുസ്ലിം സൈന്യം പട്ടണം വളഞ്ഞു. അതിനിടയിൽ ഒരു അർദ്ധരാത്രിയിൽ ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം കോട്ടമതിൽ കടന്ന് ഒരു കവാടം തുറന്നു. കാര്യമറിയാതെ മറുഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന അബൂബൈദ റളിയല്ലാഹു അൻഹു റോമ സൈന്യ നേതാക്കളുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. അത് കാരണം സന്ധി വ്യവസ്ഥയിലാണ് ഡമാസ്കസ് മുസ്ലിങ്ങൾക്ക് അധീനമായത്. പിന്നീട് ഹിംസും ഹുമാത്തും മുസ്ലിങ്ങൾക്കൊപ്പം നൽകാമെന്ന് വ്യവസ്ഥ ചെയ്തു. ഖിൻസിരിൻ, ഹൽബ് തുടങ്ങിയ പ്രദേശങ്ങൾ അവർ പിടിച്ചടക്കിയ ശേഷം സുപ്രസിദ്ധമായിരുന്ന അന്താക്കിയയിലേക്ക് പ്രവേശിച്ചു. ദിവസങ്ങളോളം നീണ്ടുനിന്ന പ്രതിരോധം ഭേദിച്ച് അന്താക്കിയയും മുസ്ലിങ്ങൾക്ക് അധീനപ്പെട്ടു. ഫലസ്തീൻ ഇസ്ലാമിനെ നേടിയെടുത്തതും ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു, അംർ ബിൻ ആസി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സൈനിക നായകരാണ് അതിന് നേതൃത്വം നൽകിയത്. ധീരതയോടെ ഖുദ്സിനെ പ്രതിരോധിച്ചിരുന്ന ക്രിസ്ത്യാനികൾ നിരാശരാവുകയും സന്ധിക്ക് സമ്മതിക്കുകയും ചെയ്തു. അവർ ഒരു നിബന്ധന വെച്ചു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് സന്ധിയിൽ പങ്കെടുക്കണമെന്നും കരാർ വ്യവസ്ഥകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൊണ്ടായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്തു. അതനുസരിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ 18 ഖുദ്സിലെത്തി. ക്രിസ്തീയ നേതൃത്വത്തോട് മാന്യമായി സന്ധി സംഭാഷണം നടത്തി അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യവും ജീവിത സംരക്ഷണവും വാഗ്ദാനം ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ചു. സന്ദർശന വേളയിൽ നിസ്കാരത്തിന് സമയമായി. ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചിൽ നിസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ആദരപൂർവ്വം അത് നിരസിച്ചു. എന്നിട്ട് പറഞ്ഞു, തനിക്ക് ശേഷം തൻ്റെ അനുയായികൾ അതൊരു ചര്യയാക്കിയാൽ മോശമല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു അവിടെയുള്ള ഹൈക്കൽ സുലൈമാൻ എന്ന സ്ഥലത്ത് കാണപ്പെട്ട
മാലിന്യങ്ങൾ നീക്കാൻ കൽപ്പിച്ചു. അവിടെ നിസ്കരിക്കുകയും ചെയ്തു. അനന്തരം അവിടെ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. പ്രസ്തുത പള്ളി ഇന്നും നിലകൊള്ളുന്നു. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈജിപ്തിലേക്ക് സൈനിക മുന്നേറ്റം നടത്താൻ സമ്മതം ആവശ്യപ്പെട്ടു. അംർ ഈജിപ്തിനെ കുറിച്ച് അറിയാവുന്ന ആളായിരുന്നു. കച്ചവടാവശ്യാർത്ഥവും മറ്റും പലതവണ അദ്ദേഹം ഈജിപ്ത് സന്ദർശിച്ചിരുന്നു. ദീർഘമായ പര്യാലോചനയ്ക്ക് ശേഷം ഉമർ സമ്മതിച്ചു. റോമക്കാരുടെ കോളനിയായിരുന്നു അന്ന് ഈജിപ്ത്. അവരുടെ അടിമച്ചങ്ങലയിൽ അമർന്ന് കഷ്ടപ്പെട്ടിരുന്ന തദ്ദേശീയർ അംർ റളിയല്ലാഹുവിൻ്റെ ആഗമനം സഹർഷം സ്വാഗതം ചെയ്തു. അവരുടെ ഒരു രക്ഷകനായിട്ടാണ് അവർ അംറിനെ കണ്ടത്. അംർ ഈജിപ്ത് കീഴടക്കി കിബിത്തികൾക്ക് മതസ്വാതന്ത്ര്യം നൽകി നാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ചു. കൃഷിയും ജലസേചന സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചു. നൈലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാൽ പുനഃസ്ഥാപിപ്പിച്ചു. ഖലീജ് അമീറുൽ മുഅ്മിനീൻ എന്ന് അതിന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഫുസ്താദ് പട്ടണം നിർമ്മിക്കുകയും അവിടെ ഒരു പള്ളി പണിയുകയും ചെയ്തു. ഇസ്ലാമിക കലണ്ടർ ഹിജ്റ വർഷം മുതൽ ആരംഭിച്ചതും മുഹറം മുതൽ വർഷാരംഭം നിശ്ചയിച്ചതും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ പെടുന്നു. ജഡ്ജിമാരെ പ്രത്യേകമായി നിയമിച്ചതും നീതി നിർവഹണ വകുപ്പ് ഭരണകർത്താക്കളിൽ നിന്ന് വേർപ്പെടുത്തിയതും അദ്ദേഹമായിരുന്നു. ഭരണകാര്യങ്ങളിൽ സത്യസന്ധതയും പ്രാപ്തിയുമുള്ളവരെ മാത്രമേ അദ്ദേഹം നിയോഗിച്ചിരുന്നുള്ളൂ. അധികാരമേൽക്കുന്നതിന് മുമ്പ് അവരുടെ ആസ്തിയെക്കുറിച്ച് അദ്ദേഹം പരിശോധിക്കുകയും കണക്കെടുക്കുകയും ചെയ്തിരുന്നു. ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ പരിധി വ്യാപിപ്പിച്ചപ്പോൾ സൗകര്യാർത്ഥം പല പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. സേനാ വിഭാഗത്തെ പരിഷ്കരിക്കുകയും അവർക്ക് പ്രത്യേക പട്ടികയും വേതനങ്ങളും നിശ്ചയിക്കുകയും ചെയ്തു. സേവനത്തിൻ്റെയും പരിചയത്തിൻ്റെയും പാതയിൽ മുൻപന്തിയിൽ നിന്നിരുന്ന മുഹാജിറുകളുടെയും അൻസാറുകളുടെയും പ്രത്യേകം പരിഗണിച്ചു. പൊതു ഖജനാവിൻ്റെ ഘടനയിലും വിപുലമായ പരിഷ്കരണം വരുത്തി. വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങി. രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലേക്ക് ഔദ്യോഗികമായ ഉത്തരവുകളും അറിയിപ്പുകളും എത്തിക്കുന്നതിനാവശ്യമായ തപാൽ സംവിധാനം കൊണ്ടുവന്നതും ഇസ്ലാമിക ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അളവും തൂക്കവും പരിശോധിക്കാനും കൊള്ളക്കൊടുക്കലും വഞ്ചനയും പൂഴ്ത്തിവെപ്പും തടയാനും ശുചീകരണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും മൃഗങ്ങളെ അമിതഭാരം വഹിപ്പിക്കുന്നത് തടയാനും അധികാരപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക വകുപ്പ് തന്നെ അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു. ഇതാണ് പരിഷ്കരിച്ച് ബ്രിട്ടീഷ് ഭരണത്തിലൊക്കെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്നായി മാറുന്നത്. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ജയിച്ചടക്കിയ എല്ലാ പ്രദേശങ്ങളിലേക്കും പ്രബോധക പ്രവർത്തകരെ നിയോഗിക്കുകയും ചെയ്തു. മുഗീറത്ത് ബിൻ ശുബ റളിയല്ലാഹു അൻഹുയുടെ പേർഷ്യക്കാരനായ ഒരു അടിമയ്ക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വിദ്വേഷമുണ്ടായിരുന്നു. അഗ്നി ആരാധകനായ അയാളുടെ പേര് ഫൈറൂസ് അബൂ ലുഅ്ലുഅ എന്നായിരുന്നു. തൻ്റെ വിദ്വേഷം തീർക്കാൻ അയാൾ അവസരം പാർത്തിരിക്കുകയായിരുന്നു. നീതിമാന്മാരുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന സ്വാർത്ഥന്മാരായ ദുഷ്ടന്മാർ എക്കാലത്തും ഉണ്ടാകുമല്ലോ. ഒരു ദിവസം പതിവ് പോലെ ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് പള്ളിയിലെത്തി. സഫ് ശരിയാക്കി ഇമാമത്ത് നിൽക്കാൻ മിഹ്റാബിലേക്ക് നീങ്ങുകയായിരുന്ന ഉമറിനെ ദുഷ്ടനായ അബൂ ലുഅ്ലുഅ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു. 6 മുറിവുകൾ. ഉമർ റളിയല്ലാഹു അൻഹു വീണു. അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്കെടുത്തു. തന്നെ ആക്രമിച്ചത് അഗ്നി ആരാധകനായ ഒരാളാണെന്നറിഞ്ഞ ഖലീഫ ഇങ്ങനെ പറഞ്ഞു: അള്ളാഹുവിന് സ്തുതി. അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു സുജൂദെങ്കിലും ചെയ്ത ഒരു മുസ്ലിം അല്ലല്ലോ എന്നെ കൊന്നത്. ഹിജ്റ 23-ാം വർഷം 63-ാം വയസ്സിലാണ് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമ്മതപ്രകാരം അവരുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറിനടുത്ത് അദ്ദേഹത്തെ മറവ് ചെയ്തു. 10 വർഷവും 6 മാസവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എനിക്കുള്ള വളരെ തുച്ഛമായ വിവരങ്ങൾ. ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ
നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കാനും എല്ലാവരും ശ്രമിക്കണമെന്ന് ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ വിവരങ്ങളിൽ വെച്ച് എന്തെങ്കിലും അപാകതകളോ മറ്റോ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. കമൻറ്റ് ബോക്സിൽ വരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.